അതിതീവ്ര മഴക്കെടുതി ഉണ്ടായ കോട്ടയം ഇല്ലിക്കലിൽ രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘമെത്തി. ഒറ്റപ്പെട്ട വീടുകളിലുള്ളവരെ രക്ഷപ്പെടുത്തുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് അവിടുത്തെ ഒരു മഴ സാഹചര്യം? മഴക്കെടുതി ഉണ്ടായ കോട്ടയം ഇല്ലിക്കലിൽ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എത്ര പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയത് മിഥുൻ? അശ്വതി, മഴ അതിതീവ്ര വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോയ പ്രദേശമാണ് കുമരകം ഇല്ലിക്കൽ എന്ന് പറയുന്നത്. തീർത്തും അതിതീവ്രമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കമാണ് അവിടെ ഉണ്ടായത്. ഈ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടായി ഈ വീടുകളടക്കം ഒറ്റപ്പെട്ടു പോയ മേഖലയാണ് ഇല്ലിക്കൽ പ്രദേശം. താഴ്ന്ന പ്രദേശമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ആദ്യം തന്നെ വെള്ളം കയറുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്താണ് അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത്. മറ്റൊരു സ്ഥലം ആർപ്പുക്കര കരിപ്പയാണ്. ഈ ഇല്ലിക്കൽ ഭാഗത്തേക്ക് ഇപ്പോൾ NDRF സംഘം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവിടെ വീടുകളിലും മറ്റും കുടുങ്ങിപ്പോയ രോഗികളെ മറ്റും ഇപ്പോൾ പുറത്തേക്ക് സുരക്ഷിത മേഖലകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം വാർഡ് കൗൺസിലർമാരടക്കം എത്തിയാണ് ഈ പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ രോഗികളെ അടക്കം പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗികളാണ് വാഹനത്തിലുള്ളത്? അതെ, രോഗികളാണ്. ഇപ്പോൾ നമ്മൾ കുറേ പേരെ മാറ്റി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഏകദേശം മുഴുവൻ ആൾക്കാരെ മാറ്റിയ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം പടിഞ്ഞാറൻ പ്രദേശം ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലായി. പ്രളയം അതേ സെയിം ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് ഈ പഴുക്കാൻ നിലയെന്ന് പറഞ്ഞാൽ കായലിലെ മണ്ണ് അടിഞ്ഞു നടന്നിട്ട് വെള്ളം ഒഴുക്കില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ സർക്കാർ ഇറങ്ങുമ്പോൾ 105 കോടി നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. ആ പദ്ധതി കൊണ്ടുവന്ന് പദ്ധതി നടപ്പിലാക്കി ജനങ്ങളെ ഈ രൂക്ഷമായ പ്രശ്നത്തിൽ ഏത് മേഖലയിൽ നിന്നാണ് ഈ രോഗികളെ മറ്റു ഇപ്പോൾ പുറത്തേക്ക്? 38 വാർഡിൽ നിന്നാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. മറ്റാളുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. കുടുങ്ങിക്കിടന്ന ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ രാവിലെ മുതൽ NDRF സംഘം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ പോയിട്ടുണ്ട്. അത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതുകൂടെ ആകുമ്പോൾ നമ്മൾ തീർന്നു, ഫിനിഷ്. മേഖലയിലെ മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ എത്ര ഇവിടെ? ഇപ്പം നമ്മുടെ വാർഡ് പ്രദേശത്തായിട്ട് കാരാപ്പുഴ ഗവൺമെൻറ് സ്കൂളാണ് ഇപ്പോൾ ദുരിതാശ്വാസ മേഖലയായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ താഴത്തങ്ങാടി MD LP സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ട് സ്കൂളുകൾ ഇപ്പോൾ നല്ല പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പിലേക്ക് ആവശ്യമായ ആൾക്കാരെല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. തീവ്രമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു പ്രദേശമാണ്. ഈ ഭാഗത്തുനിന്ന് മുഴുവൻ ആളുകളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ അടിയന്തരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇല്ലിക്കൽ ഭാഗം മുതൽ പാണമ്പടി പനിഞ്ചിക്കട വരെയുള്ള ആറിന്റെ തീരെ സംരക്ഷണ ഭിത്തി ഉയർത്തിക്കെട്ടുകയും അതോടൊപ്പം തന്നെ 105 കോടി രൂപ പദ്ധതി പഴുക്കാൻ നിലയം തെളിക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന്. വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഇവിടെ ഉണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ്. അതായത് ഒരുപാട് ജനങ്ങൾ വലയുകയാണ്. അപ്പോൾ അതൊന്ന് കണ്ട് പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലേക്കുള്ള നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. എല്ലാ തവണയും കാലവർഷ സമയത്ത് കെടുതി അനുഭവിക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തെ ദുരിതം മാറണമെന്നുണ്ടെങ്കിൽ ഒരു സംരക്ഷണ ഭിത്തി, മീനച്ചിലാറിന് കുറുകെ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാകണം. ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് നടത്തണം, ഉടൻ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ വാർഡ് കൗൺസിലർ ആവശ്യപ്പെടുന്നത്. ഇവിടുന്ന് രോഗികളടക്കമുള്ള മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർഡ് കൗൺസിലർ പറയുന്നത്. NDRF സംഘവും അവിടെ ഏതെങ്കിലും ഭാഗത്ത് ആളുകൾ കുടുങ്ങിക്കിടപ്പുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സഹായ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളുമായി ആ ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. അതിതീവ്രമായിട്ടുള്ള വെള്ളക്കെട്ട് അവിടെയുണ്ട്. സാധാരണ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നതിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന് തൊട്ട് മാറിയുള്ള കുറച്ച് ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. NDRFന്റെ സംഘവും ഇവിടെ ഉണ്ട്. കോട്ടയം ജില്ലയിൽ എവിടെയൊക്കെയാണ് NDRF ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? രക്ഷാപ്രവർത്തനം NDRF team is already moved here. This is due to high level of water. It is trapped. We have also moved to evacuate the peoples. Thank you. ഇല്ലിക്കൽ ഭാഗത്ത് നടക്കുന്നു. മറ്റെവിടെയൊക്കെയാണ്? ഇല്ലിക്കൽ തന്നെയാണ്. ഊർജിതമായി തന്നെ NDRFന്റെ രക്ഷാപ്രവർത്തനം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ കിഴക്കൻ വെള്ളം ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. അതായത് പാല, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുമ്പോൾ അത് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ആർപ്പുക്കര, അയ്മനം, തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി തുടങ്ങിയ മേഖലകളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ പ്രദേശത്തെ ജലനിരപ്പ് ഉയരുന്നതിനും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിനൊക്കെയുള്ള ഒരു സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തുള്ളത്. പക്ഷേ രാവിലെ തീവ്രമായിട്ടുള്ള മഴ ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ മാത്രമാകും ഇവിടെ സ്ഥിതിഗതികൾ ശാന്തമാകും. എന്തായാലും രക്ഷാപ്രവർത്തനം NDRFന്റെ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചായത്ത് ഈ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഈ ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള, കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ മറ്റു ഭാഗങ്ങളിലേക്ക്, സുരക്ഷിത മേഖലകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഇവിടെ ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വതി. ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. അതിതീവ്ര മഴക്കെടുതി ഉണ്ടായ കോട്ടയം ഇല്ലിക്കലിൽ രക്ഷാപ്രവർത്തനം NDRF സംഘമെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ആ ദൃശ്യങ്ങളും ആ വിവരങ്ങളുമാണ് ഇപ്പോൾ മിഥുൻ മുരളി പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചത്.